പ്രയാഗ്രാജ് മിർസാപൂർ ഹൈവേയിൽ ബസും കാറും കൂട്ടിയിടിച്ച് 10 മരണം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കാറിലുണ്ടായിരുന്ന 10 പേരാണ് മരിച്ചത്. മഹാകുംഭമേളയ്ക്ക് പോയ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന 19 പേർക്കും പരിക്കേറ്റിരിക്കുന്നു. നോബൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, എപ്പോഴാണ് ഈ അപകടം നടന്നത്? അരുൺ, ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 2 വാഹനങ്ങളും കുംഭമേളയ്ക്ക് പോകുന്നതും അതോടൊപ്പം വരുന്നതുമായ വാഹനങ്ങളായിരുന്നു. ഈ മരിച്ച 10 പേർ സഞ്ചരിച്ചത് ബൊലിറോ വാഹനമാണ്. ആ വാഹനമാണ് ബസ്സുമായി കൂട്ടിയിടിച്ചത്. ഇവർ കുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി തിരിച്ച് ഛത്തീസ്ഗഡിലെ അവരുടെ കോബ്ര ഗ്രാമത്തിലേക്ക് മടങ്ങിയവരായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വാഹനം എന്ന് പറയുന്നത് ബസ്, അത് മധ്യപ്രദേശിൽ നിന്ന് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി വാരണാസി വഴി പ്രയാഗ്രാജിലേക്ക് എത്തിയ ബസ്സാണ്. ഈ ബസ്സാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ബൊൽറോയിൽ ഉണ്ടായിരുന്ന 10 പേരും മരിച്ചു എന്നാണ് അവിടെ നിന്ന് വിവരം ഉള്ളത്. അതോടൊപ്പം തന്നെ ബസ്സിൽ ഉണ്ടായിരുന്ന 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബസ്സിൽ ഉണ്ടായിരുന്നവർ മധ്യപ്രദേശിലെ രാജ്ഗഡ് സ്വദേശികളാണ്. നിലവിൽ ഇവരെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മരിച്ചവരിൽ 25-നും 45-നും വയസ്സ് ഇടയിൽ പ്രായമുള്ളവരാണ് എന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. സംഭവത്തിൽ പോലീസ് എന്താണെങ്കിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ബാക്കി ഈ പരിക്കേറ്റവർക്ക് വേണ്ട സഹായം അടക്കം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നതാണ്. ദാരുണമായ സംഭവമാണ് ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അപകട കാരണം എന്നൊരു സംശയം ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണ ശേഷം മാത്രമാണ് യഥാർത്ഥ കാരണം മനസ്സിലാവുകയുള്ളൂ എന്ന് അറിയാൻ കഴിയുന്നു. അതേസമയം മഹാകുംഭമേളയിൽ പങ്കെടുത്തവരുടെ എണ്ണം 50 കോടി പിന്നിട്ടിരിക്കുന്നു. നേരത്തെ ഈ കുംഭമേള ആരംഭിക്കുമ്പോൾ 40 കോടി തീർത്ഥാടകരെയായിരുന്നു കുംഭമേളയിലേക്ക് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ കുംഭമേള അവസാനിക്കാൻ 11 ദിവസം ബാക്കി നിൽക്കെ 50 കോടി തീർത്ഥാടകർ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി മടങ്ങി എന്ന കണക്കാണ് ഉത്തർപ്രദേശ് സർക്കാർ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വിടുന്നത്. എന്നാണെങ്കിലും വാഹനാപകടങ്ങൾ ഈ മേഖലയിൽ നിരന്തരം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ 10 പേർക്ക് മരണം സംഭവിക്കുന്നത് ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണ ശേഷം ഞാൻ തിരിച്ചു വരാം.